ഹലോ സർ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ വന്നു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇതിനകത്ത്. ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്നത്തെ എനിക്ക് എന്നെ ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊരു അക്കൗണ്ട് ഉണ്ട്, പുല്ലൂർ ബ്രാഞ്ച്, അതായത് ഇവിടെ ചെമ്മന്തൂർ പുല്ലൂർ ബ്രാഞ്ചിലൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഗൾഫിൽ നിന്ന് തുടങ്ങിയൊരു അക്കൗണ്ടാണ്. ഞാൻ മസ്കറ്റിലൊക്കെ ആയിരുന്നു, കുവൈറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു അക്കൗണ്ട്, അതായത് ഇത് NRI അക്കൗണ്ടല്ല, ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പം ലോക്കൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനിതിനകത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു 4 മാസമായിട്ട് ട്രാൻസാക്ഷനൊന്നുമില്ല അതിനകത്ത്, ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും നമുക്ക് ഒരു എമർജൻസി ട്രാൻസ്ഫർ വന്നോ, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടായത്. അല്ലാതെ ഡെയിലി ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് അല്ലത്. അപ്പം അങ്ങനെ ഇന്നൊരു ആവശ്യം വന്നു. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നു, ഇച്ചിരി പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്ന് പൈസ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. വിനോദ് കെ ബേബി ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനൊരു കേസുണ്ട്, ഒരിച്ചിരി പൈസ നീ ഇടാൻ പറ്റും, നിന്നെക്കൊണ്ട് പറ്റുന്നു ഒന്ന് ഇടാൻ പറ്റുമെങ്കിൽ നീ ഇട് എന്നും പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവൻ പൈസ അയച്ചു, 2000 രൂപ. ഈ 2000 രൂപ വന്നു വിത്തിൻ സെക്കൻഡ്സ്. ഈ 2000 രൂപ ഇവരങ്ങ് അബ്സോർബ് ചെയ്തു. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇപ്പം ജൂൺ നടക്കുന്നു. 354 രൂപ വെച്ചിട്ട് മാസം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ലേബലിലാണെന്ന് എനിക്കറിയത്തില്ല. 0 ബാലൻസ് അക്കൗണ്ടാണെന്ന് അവർ പറയും. 1000 മിനിമം ബാലൻസാണ് ആ അക്കൗണ്ടാണ്. അതും പറയാമല്ലോ, ഓപ്പണായിട്ട് തന്നെ പറയാം. 1000 മിനിമം ബാലൻസാണ്. എന്നിട്ട് അക്കൗണ്ടിനകത്ത് ശരിയാണ് ബാലൻസ് കാണത്തില്ല, ബാലൻസ് ഇല്ല, ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നൊരു അക്കൗണ്ടാണ്. അങ്ങനെ 354 രൂപ വെച്ചിട്ട് ഇത്രയും ദിവസം ഈ മാസത്തെ എമൗണ്ട് കട്ട് ചെയ്ത് 2000 രൂപ ഇല്ല, അവൻ അയച്ച പൈസ പോയി. അപ്പം ഇനിയിപ്പം ഞാൻ കുറച്ചുകൂടെ ഇട്ടാലും, അതായത് ഒരു 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അതും പിടിച്ചുകൊണ്ട് പോകും. ഞാൻ അതൊന്ന് ചോദിക്കട്ടെ, ബാങ്കിങ് മേഖല ഇങ്ങനെയാണോ? ഒരു അത്യാവശ്യം ഇല്ലെങ്കിൽ ഒരു മാസത്തെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് നിങ്ങളൊരു മെസ്സേജ് അയക്കുക, ഇങ്ങനെയുള്ളൊരു എമൗണ്ട് ഷോർട്ടേജ് ഉണ്ട്, ഞങ്ങൾ എമൗണ്ട് എടുത്തോട്ടെ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക നിങ്ങൾ. അല്ലാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാതെ, അത് നിങ്ങൾ എമർജൻസിക്കായിരിക്കും ഓരോരുത്തർ പൈസ അയക്കുന്നത്. അല്ലാതെ നമ്മൾ കോടീശ്വരനാകാൻ വേണ്ടി അയക്കുന്നതല്ല, എമർജൻസിക്ക് അയക്കാൻ വേണ്ടിയില്ല, എമർജൻസിക്ക് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്ന അക്കൗണ്ടാണ് ഇതൊക്കെ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ അക്കൗണ്ട് പിടിച്ചുകൊണ്ട് ആ 2000 രൂപ പോയി. 2000 രൂപ ഒരാൾ കൊടുക്കാനുള്ള പൈസ അതങ്ങ് പോയി. ഇങ്ങനെയാണോ ബാങ്കിങ് മേഖല? പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പുല്ലൂർ ഒത്തിരി കംപ്ലൈൻറ്റ് കേട്ടിട്ടുള്ളൊരു സ്ഥാപനമാണ്. അൺനെസറി പൈസ പിടിച്ചുകൊണ്ട് പോവുക വിതൗട്ട് ആസ്കിങ് ദ കസ്റ്റമർ. യു ഹാവ് ടു ഹാവ് യുവർ കൺസേൺ അറ്റ്ലീസ്റ്റ്. സർ, വി ആർ ഗോയിങ് ടു ടേക്ക് ദിസ് ആൻഡ് ദിസ് എമൗണ്ട് ഫോർ സോ ആൻഡ് സോ മാറ്റർ. അത് നിങ്ങൾ ചോദിക്കേണ്ടത്, അത് നിങ്ങൾ ചോദിക്കത്തില്ല ഒരിക്കലും. അതാണ് നിങ്ങളുടെ ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അത് ചോദിച്ചിട്ട് വേണ്ടി എടുക്കാൻ. നിങ്ങൾ ചുമ്മാ പിടിച്ചോണ്ട് പോകാമെന്നോ? RBI വരെ പറയുന്നുണ്ട് അങ്ങനെ എമൗണ്ട് പിടിച്ചോണ്ട് പോകാൻ പാടില്ലെന്ന്. നിങ്ങളെന്തോ ഇങ്ങനെ ചെയ്യുന്നു? നിങ്ങളാരാ? നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങൾ ഈ കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാനത് മാനേജറെ വിളിച്ചു. എന്നിട്ട് ഈ എമൗണ്ട് കട്ട് ചെയ്തുകൊണ്ട്, ഈ 2000 രൂപ കട്ട് ചെയ്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ മാനേജറെ വിളിച്ചിട്ടുണ്ട്. മാനേജർ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഫോൺ എടുത്തു. മാനേജറിൻ്റെ എടുത്തു, എക്സിക്യൂട്ടീവ് ഫോൺ എടുത്തു. എന്നിട്ട് അവൻ പറയുക, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും സാർ, എനിക്കൊന്നും അറിയത്തില്ല, ഇതൊക്കെ ഹെഡ് ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്നതാണ്. എന്ത് ഹെഡ് ഓഫീസ്? അവർ മനുഷ്യരല്ലേ അവിടെ ഇരിക്കുന്നത്. സോ ഷോ സം ഹ്യൂമാനിറ്റി ടു പീപ്പിൾ. നിങ്ങളുടെ കസ്റ്റമർ അല്ലേലും ശരി. That's why I want to talk to South Indian Bank professionals.
പ്ലീസ്